ചേട്ടൻ എന്നെ കാത്തു നിന്ന് പൊതുകടി കൊള്ളുകയാണ്. ചേട്ടൻ വന്നിട്ട് അച്ഛനെന്നെ ഒന്ന് കാണാൻ പോലും അനുവദിച്ചില്ല. എല്ലാം എനിക്കറിയാം ലക്ഷ്മി. ഏതായാലും നീ എന്നെ മറന്നില്ലല്ലോ. ചേട്ടൻ നാട് വിട്ട് പോയെങ്കിലും എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്റെ പേരിൽ നിന്റെ അച്ഛൻ നിന്നെ വളരെയധികം ഉപദ്രവിച്ചുവെന്ന് എന്റെ അമ്മ പറഞ്ഞു. അതിനൊന്നും എനിക്ക് വിഷമമില്ല. ചേട്ടനെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ, അത് മതി. ലക്ഷ്മിക്കുട്ടി, നോക്ക്, നീ എന്റെ മുറപ്പെണ്ണാണ്. ആരൊക്കെ എതിർത്താലും നിന്റെ വീട്ടിൽ വന്ന് നിനക്ക് പുടവതെന്ന് ഞാൻ വിളിച്ചോണ്ട് പോകും. നീ എന്റെ കൂടെ വരാൻ തയ്യാറാണ്? ഞാൻ ജീവിച്ചിരിക്കുന്നത് ചേട്ടന് വേണ്ടി മാത്രമാണ്. ലക്ഷ്മിക്കുട്ടി, ഞാൻ പേടിച്ച് കിടങ്ങിപ്പോയി. അപ്പൂന്റെ അനുഗ്രഹൻ അത്രയ്ക്ക് ആഭാസരാണോ? നാടിമാർക്ക് വെളിപ്പുറം മുറ്റത്ത് പോവാൻ പ്രാണഭയമാണ് സ്വാമി. ഓഹോ, ഒരു ദിവസം ഈ പരവുള്ള ഇവിടെ വന്നു ഒറ്റമ്മയെ പരിഹരിക്കാൻ. എന്ത് പരിഹരിക്കാനോ? ആന്നേ, സ്വാമി പരിഹരിക്കുന്നത് പോലെ. എന്നിട്ട് പരിഹരിച്ചോ? ഞാൻ സമ്മതിക്കുമോ സ്വാമി? നല്ലപോലെ കെഞ്ചി നോക്കി, ഞാൻ ചൂലെടുത്തു. മിടുക്കി, മിടുക്കി. സ്വാമി, ഇപ്പോഴവൻ 9ാം ഉത്സവത്തിന് മുടിപ്പുര നടയിൽ ആട് വെട്ടാൻ സമ്മതിക്കില്ലെന്നാ പറയുന്നത്. ഒരു കാര്യം ചെയ്യാം, ഒരു 4 മുപ്പടി പോലീസിനെ അങ്ങനെ ഇറക്കളയാം. എന്താ? അതുകൊണ്ട് കാര്യമില്ല സ്വാമി. അനന്തരാവകാശം എന്ന നിലയിൽ അവനും ക്ഷേത്രകാര്യങ്ങൾ ഇടപെടാൻ അവകാശമുണ്ട്. പിന്നെന്താ ചെയ്യാ? ആ സ്വാമി, ഞാൻ ശുചീന്ദ്രത്ത് തൊഴാൻ പോയപ്പോ ഒരു അഭ്യാസിയെ പരിചയപ്പെട്ടു. അയ്യോ, അങ്ങനത്തെ പരിചയപ്പെടലല്ലേ. അയാൾക്ക് ചില്ലും ചിലവും കൊടുത്ത് ഉത്സവം തീരുന്നവരെ ഇവിടെ താമസിപ്പിച്ചാൽ പരമന്റെ തന്ത പോലും അന്വേഷിക്കും. എന്താ പപ്പു, അവനെ ഇങ്ങോട്ട് വരുത്തിയാലോ? നല്ല കാര്യമാണ്. എന്നാ ഇന്ന് തന്നെ വിളിപ്പിച്ചോളൂ. എന്ത് ഭാഗത്തായി തേച്ച് നിൽക്കുന്നത്? നീ ഇന്ന് മുടിപ്പര മുറ്റത്ത് പോകണ്ട. അമ്മേ, ഞാനിവിടെ നിന്ന് പുറത്തിറങ്ങാതിരുന്നാൽ അവമാനം ഭയന്നിട്ടാണെന്ന് പറയും. അത് അമ്മയ്ക്ക് അവമാനമല്ല. നിന്റെ നീച്ച കുറച്ച് താഴോട്ടിരുന്നാ മതി മോനെ. ഈ കുരുതിയുടെ പേരിൽ എന്തെല്ലാം അക്രമങ്ങളാണ് അവിടെ നടക്കുന്നത് അമ്മയ്ക്ക് അറിയാവും. മുടിപ്പരയിൽ ആടിനെയും കോഴിയൊക്കെ വെട്ടുന്നത് പണ്ടുകാലം മുതലേ ഉള്ള ചടങ്ങാണ്. ഇപ്പൊ കുറെ ചട്ടമ്പികൾക്ക് വേണ്ടിയാണ് അമ്മേ ആ ചടങ്ങുകൾ നടക്കുന്നത്. അവനൊക്കെ ചാരായം കുടിച്ചുകൊണ്ട് അമ്പലത്തിൽ തൊടാൻ വരുന്ന പെണ്ണുങ്ങളെ വഴി നടക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഇതൊക്കെ നീ വിചാരിച്ചാൽ മാറ്റാൻ ഒക്കുമോ? അമ്മയ്ക്ക് സംശയമാണ്. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ നിർത്തിത്തരാം. വേണ്ട, നീ ഇനി വീട്ടിൽ നിന്ന് പോകണ്ട. അമ്മേ, ഞാൻ ദേവിയുടെ നടയിൽ പോകുന്നതിനെ അമ്മ തടയുകയാണ്. അതൊരിക്കലും അമ്മ തടയുകയല്ല. എന്നാൽ അമ്മ എന്നെ പോകാൻ അനുവദിക്കണം. നീ ഇന്ന് ആരോടും തല്ലുകൂടുകയല്ലെന്ന് എന്റെ കയ്യിലെടുത്ത് സത്യം ചെയ്യാമെങ്കിൽ നിന്നെ ഞാൻ വിടാം. അമ്മയാണ് സത്യം. ഇന്ന് എന്റെ കൈ കൊണ്ട് ഞാൻ ആരെയും തല്ലൂല്ല. നീ എന്തായി കാണിച്ചത്? ഈ മിണ്ടാപ്രാണികളുടെ ചോര ഒഴുക്കിക്കൊണ്ട് ഇവിടെ ആരും ദേവിയെ പ്രസാദിപ്പിക്കണ്ട. എന്നാൽ നിന്റെ ചോര ഉണ്ടായിരിക്കും എന്ന് ദേവിക്ക് തെളിയും. ഓഹോ, അത് തന്നെ നടക്കട്ടെ. ഈ ആടിനെ വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. നീ വിട്ട പറഞ്ഞത്. ஆமாடா, நான் தான். இங்க ஆடு விட்டதை தடுத்தா உன் கழுத்தை நான் விட்டுடுவேன். ഓഹോ, നീ അതിനാണോ വന്നിരിക്കുന്നത്? എടാ, നീ ഞാനും ഒരേ കളരിയിൽ ഒരേ ആശാന്റെ കീഴിൽ വെറ്റില പാക്ക് വെച്ചവരാണ്. ആ തൊഴിൽ കൂലിപ്പണിക്ക് നിൽക്കാനുള്ളതല്ല, ഓർമ്മയിരിക്കട്ടെ. നീ ഇങ്ങിരുന്ന് മര്യാദയാ പോറയാ ഇല്ലയാ? നീയാണ് പോകേണ്ടത്. എൻ ഉയരെ പോനാലും இந்த இடத்துல இருந்து நான் போக மாட்டேன். അപ്പൊ നീ ആട് വെട്ടിക്കുമല്ലേ? ആമാടാ, നടക്കില്ല. നടത്തി കാട്ടേടാ. ചെമ്പുളിക്കം.
അമ്മ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചില്ലേ? അതുകൊണ്ടാണ് അമ്മയെ ഞാൻ തിരിച്ചടിക്കാത്തത്. ഞാൻ ദേവിയെ സാക്ഷി നിർത്തി എന്റെ സത്യം പിൻവലിച്ചിരിക്കുന്നതാ. നമുക്ക് പോകാം. അയ്യോ, എന്തെങ്കിലും പറ്റിയോ? അയ്യോ കൊച്ചമ്മേ, പിടിച്ചോ. അയ്യോ ഇത് ചവിഞ്ഞൊരു പാനക്കേടിന് വരാനില്ല സ്വാമി. സ്വാമി വിചാരിച്ചാൽ മാത്രമേ ഞങ്ങൾ രക്ഷപ്പെടുത്താൻ കഴിയൂ. അപ്പോ നീ പേടിക്കണ്ട. മോൻ കൊട്ടാരം സർവാധികാരിയാണ്. മോൻ അവനെ ഒതുക്കിത്തരാം. അവനോട് നേരിടാൻ ആരെക്കൊണ്ടാവും സ്വാമി? ഇൻസ്പെക്ടർ അനന്തൻ അവൻ നല്ലൊരു തുണക്കുട്ടിയാണ്. അവനെ നിയമ അതിർത്തിയിലേക്ക് നിയമിക്കാൻ ഇന്ന് തന്നെ നാം കൊട്ടാരത്തിൽ നിന്ന് ഉത്തരവ് മേടിക്കും. വലിയ ഉപകാരം സ്വാമി. എന്നാൽ നിങ്ങൾ 4 സാക്ഷ്യനെ ഉണ്ടായിക്കൊള്ളൂ. അവന്റെ ഗതി എന്താവുമെന്ന് നോം കാണിക്കും. ഒന്നാം സാക്ഷി ഞാൻ പറയാം സ്വാമി. എന്നാൽ അവനെ നോം പോയിക്കോളൂ. ഒന്നേ, നീ എത്ര കാട്ടുപോത്തിന് ചൂടെല്ലാം ഇട്ട് കൊടുക്കുക? അവനെ പിൻഭാഗത്തേക്കാൻ കൊണ്ടുപോകാൻ ആ കേസിനോട് കൂടെ ഇത് കൊണ്ടുപോയോ? അല്പം ഹൃദയമുണ്ട്. സ്വാമിക്ക് കൃതിയില്ല. വന്നാട്ടെ. അതെ, മുടിപ്പറയിൽ നിന്നും മോഷിച്ച് ഉരുളിയും പണം എവിടെയാ കുളിച്ചിട്ടിരിക്കുന്നത്? ഉരുളിയും പണം നിനക്കറിയില്ലല്ലേ? രാഘവൻപിള്ളേ, ഇയാൾ എവിടെ കുളിച്ചിട്ടുന്നോ താൻ കണ്ടത്? തെക്കേപ്പുറത്ത് വാഴച്ചു വിട്ടു. എപ്പോഴാണ് കണ്ടത്? ഇന്നലെ പാതിരാത്രി. ഓ, പാതിരാത്രിയിൽ നിന്റെ അമ്മയ്ക്ക് വായുപിടി വാങ്ങാൻ പോയപ്പോ കണ്ടതായിരിക്കും. ശബ്ദിക്കരുത്. എന്റെ മോൻ ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇവൻ രാത്രിയിൽ മുടിപ്പറയിൽ കയറുന്നത് കണ്ടവരുണ്ട്. കണ്ടെന്ന് പറയുന്നവന്റെയൊക്കെ തന്തയായിരിക്കും മുടിപ്പറയിൽ കയറിയത്. മിണ്ടിപ്പോവരുത്. രാഘവൻപിള്ളേ, കൊണ്ട് എവിടെ കുളിച്ചിട്ട് എന്ന് കാണിച്ചു കൊടുക്കും. ഇത് ആരൊന്നും കുളിച്ചിട്ടില്ല. കുളിച്ചിട്ട് കണ്ടു എന്ന് പറയുന്നവർ തന്നെ പോയി വാങ്ങിയെടുക്കട്ടെ. പോയി നോക്കി. ചേട്ടാ, ഞങ്ങളോടിത് വേണോ? എന്റെ പരമു വഴക്കാളിയായിരിക്കാം, പക്ഷേ അവൻ മോഷ്ടിക്കത്തില്ല ചേട്ടാ, അവൻ മോഷ്ടിക്കത്തില്ല. പറക്കം മുട്ടുന്നതിന് മുമ്പ് എന്റെ വെള്ളിച്ചെല്ലത്തുന്ന പണം മോഷ്ടിച്ചവനാണ് ഇവൻ. ഇവൻ കള്ളനാണ്, കള്ളൻ. വാഴച്ചോട്ട് തന്നെ ഉണ്ടായിരുന്നു. താഴെ എന്താടാ മോഷ്ടിച്ചത്? നിന്റെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിലും പോയി. അമ്മാവ, എന്നെ കള്ളനാക്കരുത്. ഈ പണം എങ്ങനെ വാഴച്ചോട്ടിൽ വന്നു എനിക്കറിയാം. ഇത് കാണുന്നില്ലേ? അമ്മേ, അമ്മക്കറിയാതെ എന്നെ വിലങ്ങ് വയ്പ്പിക്കുന്നവരെ ഞാൻ മറക്കൂല. എന്റെ മോനെ, എന്റെ മോനെ. എന്നെ ചതിച്ചവർക്കെല്ലാം ഞാൻ ഇന്നു മുതൽ കള്ളനാണ്, കള്ളനാണ്.
ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു പപ്പു നമ്മുടെ സാമർഥ്യം? അത് പിന്നെ ചോദിക്കാനുണ്ടോ? പരമൂനെ ഇത്ര വേഗം ഒതുക്കാൻ അമ്മയെ കൊണ്ടല്ലാതെ പറ്റും. പക്ഷേ പുള്ളിക്കാരൻ തിരിച്ചു വന്ന് നമ്മളെ